ഈ പേപ്പറിങ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ഇത് കൈകൊണ്ടല്ല അത് മെഷീനാ. ഇപ്പൊ ഈ വീട് ഒരു 3000 സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ള വീടാണ്. ഒരു മാസത്തിൽ കൂടുതൽ സമയം എടുക്കും നോർമലി ചെയ്യുവാണെങ്കിൽ. നമുക്കത് 15 ദിവസം കൊണ്ടേ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൈകൊണ്ട് ചെയ്യുന്നതും ഈ മെഷീൻ വെച്ച് ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കും. മെഷീനിൽ സ്പ്രേ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ബ്ലേഡിന് ലെവൽ ചെയ്യുന്നു. ഇതിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ. കാണുന്ന പമ്പ് വഴിയാണ് നമുക്ക് സ്പ്രേ ചെയ്യാൻ കഴിയും. ഫുള്ള് സ്ക്രാപ്പ് ചെയ്ത് കളയും. അതിനുശേഷം എവിടെയൊക്കെ ക്രാക്ക് ഉണ്ടോ അവിടെ എല്ലാം ക്രാക്ക് സീൽ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് നമ്മളിപ്പോ ഫസ്റ്റ് കോട്ട് അടിച്ചൊരു ചുമരാണ്. ഇതിൽ എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. F0 എന്ന് വന്നിരിക്കുന്നത് കോതമംഗലത്താണ് കേട്ടോ. കോതമംഗലത്ത് ബിൽഡോടെക് എന്ന് പറയുന്ന ഒരു കമ്പനി ചെയ്യുന്ന മെഷീൻ പുട്ടിയുടെ വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബിൽഡോടെക് കോതമംഗലത്തല്ല കേട്ടോ, പെരിന്തൽമണ്ണയാണ്, മലപ്പുറം ജില്ലയിലാണ്. കോതമംഗലത്ത് വരെ വന്ന് എവിടെയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബിൽഡോടെക് എന്ന് പറയുന്നത്. ഈ മെഷീൻ പുട്ടി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും കൈകൊണ്ടാണ് സാധാരണ നമ്മൾ പുട്ടി ചെയ്യുന്ന കാണുന്നത്. അതിന് ഒത്തിരി സമയം എടുക്കും. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ബിൽഡോടെക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് പുട്ടി ചെയ്ത് നമുക്ക് കാണണ്ടേ? നേരെ ബിൽഡോടെക്കിന്റെ മെഷീൻ പുട്ടിയുടെ വിശേഷങ്ങൾ. ബിൽഡോടെക്കിന്റെ ഓണർ അമീറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. നിങ്ങൾ ഒരു മെഷീൻ പുട്ടി വെച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? ഞാനിപ്പോ എന്റെ ഈ സ്പ്രേ പുട്ടി എന്നുള്ള ഇത് തുടങ്ങിയിട്ട് 7 വർഷമായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ തുടക്കം ശരിക്കും നിങ്ങൾ തന്നെയാണ്? അതെ. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഈ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഈ മെഷീനാണ് മെയിൻ പ്രത്യേകത? അതെ. USA ബ്രാൻഡഡ് മെഷീനാണ്. USA ബ്രാൻഡഡ് ആണ്. ഓക്കെ. സാധാരണ രീതിയിൽ മെഷീനിൽ ചെയ്ത് കഴിഞ്ഞാല് അത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം ഇതൊരു തിക്നെസ് ഉള്ള ഒരു സാധനമാണല്ലോ. ഇത് മെഷീനിൽ എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഒക്കെ ഉണ്ടാവും. അതിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയുന്നത്? നമുക്കതെല്ലാം എന്ത് ചെയ്യാം, നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാം. ഒരു വീട് ഈ വീട് നമുക്ക് ചെയ്ത് തന്നെ ഫുള്ള് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. മൊത്തമായിട്ട് വീട് അങ്ങ് ചെയ്യാം. തീർച്ചയായും. ഒരു വീട്ടിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീട് മൊത്തം സ്ക്രാപ്പ് ചെയ്യും. ഇപ്പൊ ഏത് വീടാണ് അത് മൊത്തം സ്ക്രാപ്പ് ചെയ്തതിനു ശേഷം, അതായത് എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് സ്ക്രാപ്പ് ചെയ്ത് കളയും. ക്ലിയർ. അതിനുശേഷം എവിടെയൊക്കെ ക്രാക്ക് ഉണ്ടോ അവിടെ എല്ലാം ക്രാക്ക് സീൽ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം പുട്ടിയിടുള്ളൂ. ചില വീടുകളിൽ ഈ ക്രാക്ക് വരാൻ സാധ്യത. തീർച്ചയായും. അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കും. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്രാക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കോട്ട് അടിക്കും. ഇതിനു വേണ്ടി മെറ്റീരിയൽ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത്? നമ്മൾ എല്ലാ മെറ്റീരിയലുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടത്. ഏത് മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ മെഷീനിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇഷ്ടത്തിനാണോ അല്ല കസ്റ്റമർ പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തായാലും സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, ഏതൊക്കെ മെറ്റീരിയൽ എവിടെയൊക്കെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ട് കസ്റ്റമർ എന്താണ് പറയുന്നത് അതാണ് നിങ്ങൾ എടുക്കുന്നത്? അതെ. ഓക്കെ. ഇത് എടുത്തതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യുന്നത് മിക്സിംഗിലേക്കാണ്? അതെ. പുട്ടി മിക്സ് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ മെഷീനിലേക്ക് ഇത് വെച്ച് കൊടുക്കും. ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അതെ. ഇതിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്? അതെ. ഹൈഡ്രോളിക് മെഷീനാണ്. അതിന് ഈ കാണുന്ന പമ്പ് വഴിയാണ് നമുക്ക് സ്പ്രേ ചെയ്യാൻ കഴിയും. സ്പ്രേയിങ്ങിലേക്ക് ഗൺ ഉണ്ടാവും. അപ്പൊ ഈ ഗണ്ണിന്റെ സ്പീഡ് ഇതൊക്കെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് തീർച്ചയായും. ഇതെന്താ വെച്ചാൽ ഈ മെഷീനിൽ നമുക്ക് 3000 PSI പ്രഷർ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും പ്രഷറിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഭയങ്കര പ്രഷർ. ഇത് ഏകദേശം എത്ര ടൈം എടുക്കും ഇത് ചെയ്തെടുക്കാൻ? ഒരു റൂമൊക്കെ എടുക്കാൻ നമുക്ക് ഫസ്റ്റ് കോട്ട് അടിക്കാൻ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, മാക്സിമം 5 to 10 മിനിറ്റ്സ്. ഇതിന്റെ ഉള്ളിൽ ഒരു റൂം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിപ്പോ കാണുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചടിച്ച്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് ഇതുമായിട്ടുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. അതെ. ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. കൈകൊണ്ട് ചെയ്യുന്നതും ഈ മെഷീൻ വെച്ച് ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ തന്നെ പുട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രേ ചെയ്യാൻ കഴിയും. അത് തിക്നെസ് കൂട്ടിയിട്ടും ചെയ്യാൻ കഴിയും, തിക്നെസ് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ കഴിയും നമുക്ക്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കോട്ടാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. അതെ. ഇപ്പൊ എത്ര തിക്നെസ് നിങ്ങൾ ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത്? എല്ലാവരുടെ ഒരു പ്രശ്നമാണ്, അതായത് ഒരു സംശയമാണ്. എന്ത് ഫസ്റ്റ് കോട്ട് നമ്മൾ സ്പ്രേയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര തിക്നെസ് വരും, തിക്നെസ് കുറവായിരിക്കുമോ, എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കത് ചെക്ക് ചെയ്ത് കാണാം. അതൊന്ന് കാണിച്ചു. ഇത് നമ്മളിപ്പോ ഫസ്റ്റ് കോട്ട് അടിച്ചൊരു ചുമരാണ്. ഇതിൽ എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായും. അത് നമുക്ക് തിക്നെസ് കൂട്ടാനും കഴിയും, കുറയ്ക്കാനും കഴിയും. തീർച്ചയായും. അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ മുകളിൽ നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കും. ഇതിപ്പോ ഏകദേശം ഒരു ദിവസം ഡ്രൈ ആയ ഒരു വാളാണ്. ഇതിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ തന്നെ മെഷീനിൽ സ്പ്രേ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ബ്ലേഡിന് ലെവൽ ചെയ്യുന്നു. ബ്ലേഡ് ലെവൽ ചെയ്യാം. നമ്മൾ സാധാരണ കൈകൊണ്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെ. ബ്ലേഡിന് ലെവൽ ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ പേപ്പർ ചെയ്യുന്നുള്ളൂ. ഈ പേപ്പറിങ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ഇത് കൈകൊണ്ടല്ല, അത് മെഷീനാ. ഇവിടെ മെഷീൻ തന്നെ അവിടെ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പേപ്പറിങ് കറക്റ്റ് ആയിട്ട് മെഷീനിലാവുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. എവിടെയും ലെവൽ അല്ലാത്ത രീതിയിൽ നിങ്ങൾ അത് വിടില്ല. കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. ഈ ഒരു പേപ്പർ വർക്കോട് കൂടിയിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു നിങ്ങളത്? ഇല്ല, പേപ്പർ ചെയ്തതിനു ശേഷം നമ്മൾ പ്രൈമർ അടക്കം അടിച്ചു കൊടുക്കും. അതായത് വീട് മൊത്തം അടിച്ചു കൊടുക്കും. പുട്ടി അടിച്ച ഭാഗത്തും പുട്ടി അടിക്കാത്ത ഭാഗത്തും നമ്മൾ പ്രൈമർ ചെയ്ത് കൊടുക്കും.
കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അവർക്ക് ഡയറക്റ്റ് ടൈലിന്റെ പണിയിലേക്ക് കടന്നാൽ മതി. ഇതിപ്പോ നമ്മൾ കാണിച്ചിരിക്കുന്നതൊക്കെ ഇന്റീരിയർ ചെയ്യുന്നതാണ്. അതെ, ഈ ഇന്റീരിയർ പോലെ തന്നെയാണോ എക്സ്റ്റീരിയർ നിങ്ങൾ ചെയ്യുന്നത്? അതെ, ഇന്റീരിയർ എക്സ്റ്റീരിയർ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ മെറ്റീരിയലിൽ ചേഞ്ച് ഉണ്ട്. അതെ, ഇന്റീരിയർ ഉപയോഗിക്കുന്നതും എക്സ്റ്റീരിയർ ഉപയോഗിക്കുന്നതും മെറ്റീരിയൽ ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ കസ്റ്റമറിനോട് പറയും ഏത് മെറ്റീരിയൽ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് കസ്റ്റമറോട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സംശയം വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന്റെ കണക്കുകളാണ്. എത്ര സ്ക്വയർ ഫീറ്റ്, അതായത് ഒരു 3000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ എത്ര ദിവസമൊക്കെ എടുക്കും? നോർമലി നമ്മൾ ബൈ ഹാൻഡ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലുള്ള വീട്. ഇപ്പൊ ഈ വീട് ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലുള്ള വീടാണ്, വലിയൊരു വീടാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തിൽ കൂടുതൽ സമയം എടുക്കും. നോർമലി ചെയ്യുവാണെങ്കിൽ കൈകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് 15 ദിവസം കൊണ്ടേ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പകുതി ദിവസം മതി. ഓ, അത് ശരി, അത്രയും ഫാസ്റ്റ് ആണ്. മെഷീൻ ആണല്ലോ. ഓ, തീർച്ചയായും. ഒരുവിധം എല്ലാ ഭാഗം മെഷീനാണ് നടക്കുന്നത്. ആകെ നിങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നത് ആ ലെവലിംഗ് മാത്രമാണ്. ലെവലിംഗ് ആണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പൊട്ടി ഉണ്ടല്ലോ, അതും ഈ മെഷീൻ പൊട്ടിയായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നു? ഒരു വ്യത്യാസം വരുന്നില്ല. സെയിം മെറ്റീരിയൽ. അതായത് നമ്മൾ വിത്ത് മെറ്റീരിയലും വിത്തൗട്ട് മെറ്റീരിയലും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മെറ്റീരിയൽ നമ്മൾ സാധാരണ നമ്മളെ പെയിന്റ് കടയിൽ പോയി മേടിക്കുന്ന മെറ്റീരിയൽ അല്ലേ, അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഈ മെഷീനിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. അതെ. കൈകൊണ്ട് പുട്ടി ഇടുന്നതിന് പകരം അത് സ്പ്രേയിൽ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. പെട്ടെന്ന് തീരുകയും ചെയ്യും. ഈ ഒരു പുട്ടി വർക്ക് നിങ്ങൾ മെഷീനിൽ ചെയ്ത് എവിടെ വരെ നിങ്ങൾ ചെയ്തു കൊടുക്കും? കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ചെയ്തു കൊടുക്കും. കേരളം മാത്രമാണോ? കേരളത്തിന് പുറത്ത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കർണാടക സ്റ്റൈലും ചെയ്തിട്ടുണ്ട്, തമിഴ്നാടും ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് പറയാൻ കഴിയില്ല. പ്ലെയിൻ സ്ഥലം ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്കൊരു ഡിസൈൻ ഉള്ള സ്ഥലം ചെയ്യുന്നതും രണ്ടും നമുക്ക് ലേബറിൽ ഒരുപാട് ചേഞ്ച് വരും. ഓ, അത് ശരി. അത് നിങ്ങൾ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നത്? അപ്പൊ ഒരു കസ്റ്റമർ വിളിച്ച് നിങ്ങൾ അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഒരു റേറ്റ് കൊടുക്കും. അതല്ലെങ്കിൽ നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ഡെയിലി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പ്ലാനും അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം റേറ്റ് കൊടുക്കും. നിങ്ങൾ ഈ ഒരു പുട്ടി വർക്ക് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, ബിൽഡോടെക് എന്ന് പറയുന്ന കമ്പനി നമ്മള് പെയിന്റ് സെക്ഷനിലുള്ള എല്ലാ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റ്സ്മിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വാട്ടർ പ്രൂഫിംഗ്, പെസ്റ്റ് കൺട്രോൾ ഒക്കെ വാറന്റിയോട് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായും. എത്രയാണ് ബിൽഡോടെക്കിന്റെ മെഷീൻ പുട്ടിയുടെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിരിക്കുന്നത് അല്ലേ? എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങള് പുട്ടി ചെയ്യാൻ പറ്റും. വളരെ വേഗതയിൽ പുട്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബിൽഡോടെക്കിന്റെ ഓരോ വർക്കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയാം, തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.